പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് CMRL പ്രതിമാസം നൽകിയത് 8 ലക്ഷം രൂപ. 5 ലക്ഷം വീണയുടെ അക്കൗണ്ടിലേക്കും 3 ലക്ഷം വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലുമാണ് നൽകിയിരുന്നത്. ഒരു വർഷം 96 ലക്ഷമാണ് വീണ കരിമണൽ കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയത്. ആകെ 2.25 കോടിയോളമാണ് വീണയുടെ കയ്യിലെത്തിയത്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി വകുപ്പും മലിനീകരണ നിയന്ത്രണ വകുപ്പും പിണറായി വിജയന്റെ കീഴിലാണ്. അഴിമതിയുടെ കറുത്ത അധ്യായം ഇവിടെയാണ് ആരംഭിക്കുന്നത്. CMRL മാത്രമാണ് എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന മാർഗവും പ്രധാന ക്ലയന്റും. എക്സാലോജിക്ക് സ്ഥാപിച്ചതുപോലും ഇത്തരം ഇടപാടിനായാണോ എന്ന സംശയവും ശക്തമാണ്. പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇരു കമ്പനികളും തമ്മിൽ ആകെയുണ്ടായ ആശയവിനിമയം. ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ക്യാപിറ്റൽ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനം വീണയ്ക്ക് 50 ലക്ഷം വായ്പ നൽകിയിട്ടുണ്ട്. ഇതിലാകെ 4 ലക്ഷം മാത്രമാണ് വീണ തിരിച്ചടച്ചത്. ഇതെല്ലാം പരിശോധിച്ചാണ് SFIO കമ്പനീസ് ആക്ടിലെ 447 വകുപ്പ് ചുമത്തിയത്. ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കമ്പനി നിയമങ്ങൾ ലംഘിച്ച് യാതൊരു സേവനവും നൽകാതെയാണ് വീണ പണം വാങ്ങിയതെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. CMRL നിന്നും സേവനത്തിനാണ് വീണ വിജയൻ പണം കൈപ്പറ്റിയതെന്ന് CPMന്റെ ക്യാപ്സൂൾ വലിക്കുന്നില്ല. വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന ചായക്കട ഉടമ പഞ്ചായത്ത് അംഗത്തിന് നൽകുന്ന കൈക്കൂലിയടക്കം ഉദാഹരണമാക്കിയാണ് CPM ക്യാപ്സൂളിനെ സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്. മകൾക്ക് വേണ്ടി പിണറായി പാർട്ടി അണികളെ ചാവേറാക്കി റോഡിൽ ഇറക്കുകയായിരുന്നു എന്നാണ് സൈബർ ഇടത്തിൽ അഭിപ്രായം ഉയരുന്നത്. അതേസമയം വീണയുടെ ഫോണടക്കം പിടിച്ചെടുത്തിട്ടും ഇഡിക്കൊന്നും കിട്ടിയില്ലെന്നാണ് CPM സൈബർ സഖാക്കളുടെ പരിഹാസമായ വാദം. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷവും വീണയുടെ കമ്പനി എക്സാലോജിക്കിന് 3 ലക്ഷവുമാണ് CMRL നൽകിയിരുന്നത്. അങ്ങനെ മാസം 8 ലക്ഷപ്രകാരം വർഷത്തിൽ 96 ലക്ഷമാണ് വീണ കൈപ്പറ്റിയത്. ആകെ 2.25 കോടിയോളമാണ് പിണറായിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്നും വാങ്ങിയത്. പിണറായി മുഖ്യമന്ത്രിയായതിന് പിന്നാലെ 2017 ജനുവരി മുതൽ 2020 ജൂൺ വരെയാണ് പണം. 2019 CMRLൽ ആദായ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് 1.25 കോടിയോളം വീണയ്ക്ക് നൽകിയെന്ന് കണ്ടെത്തിയത്. എന്നാൽ ഈ റെയ്ഡിന് ശേഷവും കരിമണൽ കമ്പനിയിൽ നിന്നും വീണയുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരുന്നു. CMRL മാത്രമാണ് എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന മാർഗം. എക്സാലോജിക്കുമായുള്ള ഇടപാട് അവസാനിച്ച ശേഷം CMRL IT സ്ഥാപനമായ ATMA ടെക്നോളജീസുമായി കരാറുണ്ടാക്കി. യഥാർത്ഥത്തിൽ IT സേവനം നൽകിയ ഈ സ്ഥാപനത്തിന് വെറും 27 ലക്ഷത്തോളം മാത്രമാണ് CMRL നൽകിയത്. ഇവിടെയാണ് അഴിമതി കറുത്ത അധ്യായം തെളിഞ്ഞു തുടങ്ങുന്നത്. എക്സാലോജിക്കിന്റെ IT ഡെവലപ്പർമാർക്ക് പോലും CMRL എന്ത് സേവനമാണ് നൽകിയതെന്ന് അറിയില്ല. മുൻപ് SFIയുടെ മുന്നിൽ വീണയ്ക്ക് സേവനം നൽകിയത് സംബന്ധിച്ച് യാതൊരു രേഖയും ഹാജരാക്കാനും സാധിച്ചിട്ടില്ല. CMRL MD ശശിധരൻ കർത്തയുമായി നേരിട്ടായിരുന്നു കരാർ എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട രേഖകളും വീണയ്ക്ക് ഹാജരാക്കാനായിട്ടില്ല. പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇരു കമ്പനികളും തമ്മിൽ ആകെയുണ്ടായ ആശയവിനിമയം. ഇതിനു പുറമെ 2015-2016 ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ക്യാപിറ്റൽ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനം വീണയ്ക്ക് 50 ലക്ഷം വായ്പ നൽകിയിട്ടുണ്ട്. ഇതിലാകെ 4 ലക്ഷം മാത്രമാണ് വീണ തിരിച്ചടച്ചത്. ഇതെല്ലാം പരിശോധിച്ചാണ് SFIO കമ്പനീസ് ആക്ടിലെ 447 വകുപ്പ് ചുമത്തിയത്. ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കമ്പനി നിയമങ്ങൾ ലംഘിച്ച് യാതൊരു സേവനവും നൽകാതെയാണ് വീണ പണം വാങ്ങിയതെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.